ആരാണെന്നറിയോ? മദീനയുടെ നായകന്റെ ഒന്നാമത്തെ കൂട്ടുകാരനായ റൗളാ ശരീഫിന്റെ തൊട്ട് ചാരത്ത് കിടന്നുറങ്ങുന്ന, എന്ത് ചോദിച്ചാലും ഞാനുണ്ട് നബിയേ, എന്ത് പറഞ്ഞാലും ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞ ആവേശത്തോടെ കരമുയർത്തിയിട്ട് മക്കയും മദീനയെ അത്ഭുത പരമ്പരയാക്കി മാറ്റിപ്പോയ സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും നല്ല കൂട്ടുകാർ, മദീനയുടെ മുത്ത് റസൂലിന്റെ വലങ്കയ്യായ പ്രവാചകന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. എപ്പോഴാണ് അബൂബക്കർ ബിലാലിനെ കൂട്ടുകൂടിയതെന്നറിയോ? ഇസ്ലാമിന്റെ ശത്രുക്കൾ അടിച്ചുകൊണ്ടിരിക്കുകയാ, ഇടിച്ചുകൊണ്ടിരിക്കുകയാ, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാ. ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹുവിന്റെ രക്തം പൊട്ടി ഒഴുകുന്ന കവളത്ത് മുത്തം കൊടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്നെ എനിക്ക് വേണം ബിലാൽ. ഇസ്ലാമിന്റെ ശത്രുക്കൾ അടിക്കുമ്പോ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇടിക്കുമ്പോ, ഉപദ്രവിക്കുമ്പോ രക്തം പൊട്ടി ഒഴുകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് മുത്തം കൊടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്നെ എനിക്ക് വേണം ബിലാൽ. അവനൊന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന അടിമയാണ്. ആ അടിമയുടെ യജമാനനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട യജമാനനെ, ഈ ബിലാലിനെ മോചിപ്പിക്കുന്നതിന്, ഈ ബിലാലിനെ വിലക്ക് വാങ്ങുന്നതിന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു, ഇല്ല, ബിലാലിന് ഞങ്ങൾ കൊടുക്കുന്നില്ല, ബിലാലിനെ ഞങ്ങൾ കച്ചവടം ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിലാൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ബിലാലിനെ വാങ്ങാതെ ഇവിടുന്ന് പോകൂല, ഈ ബിലാലിനെ വാങ്ങാതെ ഞാൻ ഇവിടുന്ന് പോകൂല. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒന്നിച്ചുകൂടിയിട്ട് പറഞ്ഞു, എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോകാൻ വേണ്ടി അവർ അന്ന് നിലനിൽക്കുന്ന അടിമകളുടെ 60 ഇരട്ടി വിലയാണ് ബിലാലിന് പറഞ്ഞത്. ഒരു അടിമയ്ക്ക് കൊടുക്കുന്ന വിലയുടെ 60 ഇരട്ടി വില പറഞ്ഞിട്ട് 70ഓളം അടിമകളെ വാങ്ങാൻ പറ്റുന്ന കാശ് വേണം ബിലാലിനെ തരണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ കാശ് കൊണ്ട് കൊടുത്തിട്ട് പറയുകയാ, ഈ ബിലാലിനെ എനിക്ക് ആവശ്യമുണ്ട്, ഈ ബിലാലിനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങുകോ. ആ സമയത്ത് ശത്രുക്കൾ പറയുകയാണ്, അബൂബക്കറിന് പ്രാന്താണോ? അബൂബക്കറിനും തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടു പോയോ? ഇത്രയും വലിയ വിലപിടിപ്പുള്ള കാശ് സമർപ്പിച്ചിട്ട് ഇടിച്ചിടിച്ച് പഞ്ഞിക്കെട്ടുപോലെയായ, ഇനി ഒന്നിനും ഉപയോഗമില്ലാത്ത ബിലാലിനെ എന്തിനാണ് അബൂബക്കർ വാങ്ങിയത്? എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടാകുമെന്ന് കരുതിയപ്പോൾ ആ ചർച്ച മണത്തെറിഞ്ഞു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്കൊരു ദുരൂഹതയുമില്ല, എന്റെ ഒരു രഹസ്യവും ബിലാൽ സൂക്ഷിക്കുന്നില്ല, എന്റെ ഒരു കാര്യവും ബിലാൽ നടത്തുന്നില്ല. മറിച്ച് എന്റെ ജീവിതത്തില് ഞാൻ അല്ലാഹുവിന് വേണ്ടി ബിലാലിനെ ഇഷ്ടപ്പെടുകയാണ്. രക്തം പൊട്ടി ഒഴുകുന്ന ബിലാലിന്റെ ശരീരത്തെ പ്രവാചക സമക്ഷം കൊണ്ടുവന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, യാ റസൂലല്ലാഹ്, ഇതെന്റെ കൂട്ടുകാരൻ ബിലാലാണ് നബിയേ, എന്റെ കൂട്ടുകാരൻ ബിലാലാണ് നബിയേ. 60ഓളം വരുന്ന അടിമകൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് ബിലാലെ ഞാൻ വാങ്ങിയത് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകനാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ റസൂല് വലത്തെ സൈഡിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തുകയാ, ഇടത്തെ സൈഡിൽ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹുവിനെ നിർത്തുകയാണ്. രണ്ടുപേരുടെയും തോളത്ത് കൈയിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇതാണ് ഏറ്റവും നല്ല സൗഹൃദത്തിന്റെ മാതൃക, ഇതാണ് ഏറ്റവും നല്ല ദീനിന്റെ കൂട്ടുകാരുടെ മാതൃക. അല്ലാതെ സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എടുത്തു കൊടുക്കുന്ന കൂട്ടുകാരനല്ല, കഞ്ചാവുണ്ടോ എന്ന് ചോദിക്കുമ്പോ എടുത്തു കൊടുക്കുന്ന കൂട്ടുകാരനല്ല. ഒരു സുന്ദരിയാറ് പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോ തേനിനെ തേടുന്ന അതേ തേനീച്ചയെ പോലെ ഓടി വന്നിട്ട് ആ പെണ്ണിന്റെ വികാര സൗന്ദര്യത്തെ നുകരാൻ വേണ്ടി ഓടിയെത്തുന്ന കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന കാമവെറിയന്മാരുടെ സൗഹൃദ വലയമല്ല. ആഭാസത്തിനും ആഡംബരത്തിനും കൂടെ നിൽക്കുന്നവരല്ല. കാസർഗോഡ് ജില്ലയിൽ കിടന്നുറങ്ങിയ പാവപ്പെട്ട മുസ്ലിയാര് കൂട്ടുകൂടിയിട്ട് തോളത്ത് കൈയിട്ടുകൊണ്ട് കഷണമാക്കി വെട്ടിമുറിച്ചു പോയ കാടത്തെ മരവിക്കുന്ന മൃഗതുല്യമായ കൂട്ടുകെട്ടുകളല്ല. എന്റെ കാസർഗോട്ടെ
ചെറുപ്പക്കാരാ, ഹറാമധികരിപ്പിക്കുന്ന കൂട്ടുകാരല്ല, കള്ളുകുടിക്കുന്ന കൂട്ടുകാരല്ല, സർക്കസ് കൂടാരത്തിന്റെ അകത്ത് കാമുകിയുമായി ലൈംഗിക വീഴ്ചയിൽപ്പെടുന്ന കൂട്ടുകാരല്ല, കാസർഗോഡ് നിന്ന് ബാംഗ്ലൂരിലേക്ക് ചീറിപ്പാഞ്ഞു കൊണ്ടുപോകുന്ന രാത്രിയില് വോൾവോ ബസ്സിനകത്ത് കാമുകിയുമായി കടന്നു കയറിയിട്ട് ഓടുന്ന ബസ്സിനകത്ത് പോലും ഹറാമിയത്തിന്റെ കൂത്തരങ്ക് കാണിക്കുന്ന, ആഡംബരവും ആഹ്ലാദവും ഇഷ്ടപ്പെടുന്ന പടച്ചതമ്പുരാന്റെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നരകത്തിന്റെ വിറക് കൊള്ളിയാകുന്ന കൂട്ടുകാരനല്ല. അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തോളത്ത് കൈയിട്ടുകൊണ്ട് പറയുന്നു, വരുന്ന തലമുറയുടെ ഏറ്റവും നല്ല കൂട്ടുകാരുടെ മാതൃക ഈ രണ്ടുപേരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്. എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്, ധാരാളം സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്. എല്ലാ സുഹൃത്തുക്കളെയും ഇസ്ലാമിക വൃത്തത്തിനകത്ത് ഒതുക്കി വെച്ചാൽ അള്ളാന്റെ കോടതിയിൽ വലിയ സ്ഥാനം നമുക്ക് കിട്ടും. ഇസ്ലാം ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പറയും CM വലിയുല്ലാഹിൽ മടവൂരി എത്രയോ നാള് മടവൂര് വലിയുള്ള വർഷങ്ങളോളം വനാന്തരത്തിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ അംഗീകരിക്കും? അത് റൂട്ട് വേറെയാണ്. നമ്മൾ സാധാരണക്കാരായ പാവപ്പെട്ട ജാഹിലിയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ CM വലിയുള്ളായി മമ്പുറം തങ്ങളൊന്നും എടുത്തിടരുത്. അവര് റൂട്ട് വേറെയാണ്. അവരെ കാര്യം ചർച്ച ചെയ്യാനും അവരെ ബറക്കത്തോടെ ചരിത്രം പറയാനും മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അവര് ജീവിച്ച പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ത്യാഗം ചെയ്ത് പരിശ്രമിക്കാം. പക്ഷെ ഇസ്ലാം നമ്മുടെ സാധാരണ ശരീഅത്തിന്റെ നിയമത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് ആരുമില്ല, ഞാനും എന്റെ ഭാര്യയും മക്കളും മാത്രം, വലിയൊരു വീടും ഞാനും എന്റെ ഭാര്യയും മക്കളും, ഇത്രേ ഉള്ളൂ. അങ്ങനെ ജീവിക്കുന്നതിന് ഇസ്ലാം പിന്നെന്തിന് അനുവദിക്കുന്നില്ല. ജനങ്ങളുമായി ബന്ധപ്പെടുക, കൂട്ടുകെട്ടുണ്ടാക്കുക, എല്ലാവരെയും പരസ്പരം സഹായിക്കുക, ആ ഒരു ബന്ധമാണ് ആവശ്യം. ഇപ്പോ സ്വർഗത്തിനകത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചു. സ്വർഗത്തിന് പുറത്തു പടച്ചിട്ടാണ് ആദം നബിയെ സ്വർഗത്തിലേക്ക് കടത്തിയത്. സ്വർഗത്തിനകത്തല്ല പടച്ചത്, സ്വർഗത്തിന് പുറത്താണ് പടച്ചത്. എന്നിട്ട് ആദം നബിയെ സ്വർഗത്തിനകത്തേക്ക് അള്ളാഹു കടത്തി. എന്തെല്ലാം സൗകര്യങ്ങൾ ആ സ്വർഗത്തിനകത്തുണ്ട് നമുക്കറിയാലോ. നമ്മൾ പറയണ്ടല്ലോ. നമ്മൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന പാനീയം, കാണാൻ ആഗ്രഹിക്കുന്ന മധുര മനോഹരമായ നയനാനന്ദകരമായ കാഴ്ചകളൊക്കെ സ്വർഗത്തിനകത്തുണ്ട്. സ്വർഗത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി, വേറെ മനുഷ്യരൊന്നും അല്ലാഹു പടച്ചിട്ടില്ല, ആദ്യമായി ആദം നബിയെ പടച്ചു, അകത്തേക്ക് കടത്തി. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, ആദമേ സ്വർഗത്തിൽ എങ്ങനെയുണ്ട്, സുഖാണോ? ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്ത് സുഖാ പടച്ചവനെ, ഒറ്റയ്ക്കായി പോയി, കൂട്ടിനൊരാളില്ലല്ലോ. ഇത്രയും അരുവിയും തോട്ടവും പഴവും വീടും കൊട്ടാരവും ഒക്കെ ഉണ്ട്. ഒരു മാനസികമായിട്ടൊരു സന്തോഷമല്ല, ഒറ്റയ്ക്കായി പോയി. ഇത് മൊത്തവും കണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് നടന്ന എന്ത് രസ. അതുകൊണ്ടല്ലേ ഗൾഫിലേക്ക് പോകുന്ന ചില സുഹൃത്തുക്കൾ പറയും, നല്ല കച്ചവടം, നല്ല ജോലി, നല്ല ശമ്പളം ഒക്കെയാണ്, പക്ഷേ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ റാഹത്ത് തോന്നണില്ല എന്ന് പറയും. ഒറ്റപ്പെട്ടു പോകുമ്പോ വിഷമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സങ്കടം തീർക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടുകാരനെയല്ല കൊടുത്തത്, ഒരു കൂട്ടുകാരിയാണ് കൊടുത്തത്. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. ഹവ്വാ ബീവിയെ കൂട്ടുകാരിയായിട്ട് പടച്ചു കൊടുത്തു. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പെട്ടെന്ന് തന്നെ ആ പെണ്ണുകാരനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. നല്ലോണം സ്വർഗ്ഗത്തിൽ കിടന്നതായിരുന്നു. ഇനി ആ ഹവ്വാ ബീവിയെ കിട്ടിയിട്ട് ഇനി എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, രണ്ടും പുറത്തായി. മോയിൻകുട്ടി വൈദ്യര് മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നാഗപതിയില്ലാതെ നബി അല്ല പടച്ചാണ്, ഏകപ്പഴം തിന്നരുതെന്നറിയോരറിയിച്ചാണ്, അന്നേ പിറകെ മയൂനവിടുന്ന് ജതിച്ചാണ്, ഒന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴ നിങ്ങളെടുത്ത് തിന്നാത്ത് ജന്നാത്ത്, കണ്ണിലുള്ള കനി ഒക്കെയിലും മികജാതിയാണ്, ജനാദരിയുമയാതുര മണിക്കാരയെന്നു പാടി അമ്മുശീല്ലവരോടി ചെന്നുപടം പറിച്ചോടി വന്നു മുറിച്ചത് കോടി, ചിന്നവ സങ്കള ചങ്കിന് ചുങ്കിയും ചുങ്കയിളങ്കി മുളങ്കി വിശുങ്കിയും ആകെ ചുറ്റലകത്തിരുകത്തനമായി തിരുമിത്തരുമത്തിരുമുത്ത് നബിയുള്ള ജന്മദിനൂറ് മുഹമ്മദനാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കളി മുക്കിയ മക്കനകർക്കരുതിക്ക ഹബീബുള്ള. എന്ത് രസാണ് ഇത്! മാപ്പിളപ്പാട്ടല്ല, മനോഹരമായ ഒരു ഇസ്ലാമിക ചരിത്രമാണ്. നമുക്കിന്ന് ഇതൊക്കെ അറിയോ? ഇന്ന് നേരം വെളുത്താ മക്കള് പറയും, ഞാനും എന്റെ ആളും 40 പേരും ആ പടം മയ്യത്ത് കൊണ്ടുപോയി. ഇത് തന്നെ പറയും. ഇതല്ലാതെ എന്തെങ്കിലും വൃത്തികെട്ട കോമാളിത്തരം ഏതെങ്കിലും വിവരമില്ലാത്തവർ പറയുമ്പോ അതിന്റെ കൂടെ കൊടിപിടിക്കാൻ ഈ സമുദായത്തിന്റെ മക്കൾ തന്നെ മുമ്പിലുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആദം നബി അലൈഹി സ്വലാമിന് ഒറ്റയ്ക്കായപ്പോ സങ്കടം വന്നു. ലോകത്തെല്ലാവർക്കും അങ്ങനെ സങ്കടം ഉണ്ടാവണം. ഒറ്റയ്ക്കാകുമ്പോ സങ്കടമാവണം.
എനിക്ക് കൂട്ടുകാരില്ലാതായാൽ വിഷമമുണ്ടാവണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം കൂട്ടുകെട്ടിന് വല്ലാത്ത സ്ഥാനമാണ് തരുന്നത്. ഇന്ന് ചെറുകളയിലെ പ്രഭാഷണം കഴിയുമ്പോ പിണങ്ങിയിരിക്കുന്ന കൂട്ടുകാരന്റെ കൈപിടിച്ച് മുത്തം കൊടുത്തിട്ട് നിന്നെ ഞാൻ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലാതെ ഈ ചെറുകളയിൽ നിന്ന് പോകല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ ഞാൻ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുകയാ, നിന്നെ ഞാൻ അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുകയാ. നമുക്കൊരുമിച്ച് ദീനിന് വേണ്ടി പ്രവർത്തിക്കണ്ടേ, നമുക്കൊരുമിച്ച് അല്ലാഹുവിന്റെ പള്ളിയിൽ പോകണ്ടേ, നമുക്കൊരുമിച്ച് മക്കത്ത് പോകണ്ടേ, മദീനത്ത് പോകണ്ടേ, നമുക്കൊരുമിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സുഖം നുകരണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനോട് സർവ്വതും പൊരുത്തപ്പെടിച്ചു പോകുന്ന സൗഹൃദ വലയം ഈ ചെറുക്കളയിലെ മണ്ണിൽ തീർക്കാരന്റെ പ്രവാചനത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തെന്നറിയോ? മഹ്ശറ വൻസഭയില് ഏറ്റവും നല്ല കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള പരലോകം. മഹ്ശറയുടെ ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അങ്ങനെയുള്ള മഹ്ശറ വൻസഭയില് നല്ല കൂട്ടുകാരെ അല്ലാഹു വിളിക്കുകയാണ്. എവിടെ? എനിക്ക് വേണ്ടി ഒരുമിച്ച് സ്നേഹിച്ചവരെവിടെ? എനിക്ക് വേണ്ടി ചെറുക്കളപ്പള്ളിയുടെ മുറ്റത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് അല്ലാഹുവേ തോളോട് തോള് ചേർന്നുകൊണ്ട് പ്രഭാഷണം നടത്തിയ പാവപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് വിശ്വാസത്തോടെ വന്നിരിക്കാൻ പറ്റുന്ന അഭിമാനത്തിന്റെ സ്വർഗീയ വിരുന്നൊരുക്കിയ ചെറുക്കയിലെ സംഘാടകർ എവിടെയെന്ന് ചോദിക്കുന്ന ഭാഗ്യം അല്ലാഹു ഈ സംഘാടകർക്ക് കൊടുക്കണേ അല്ലാ. എനിക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് യതീമീങ്ങളുടെ കല്യാണം നടത്തിയവരെവിടെ? എനിക്ക് വേണ്ടി ഒരുമിച്ചിരുന്നു കൊണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചവരെവിടെ? എനിക്ക് വേണ്ടി ഒരുമിച്ചിരുന്നുകൊണ്ട് പള്ളി വെച്ചവരെവിടെ? എനിക്ക് വേണ്ടി ഒരുമിച്ചിരുന്നുകൊണ്ട് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിച്ചവരെവിടെ? എനിക്ക് വേണ്ടി ഒരുമിച്ചിരുന്നുകൊണ്ട് പടച്ചതമ്പുരാന്റെ ദീനിനു വേണ്ടി, ദഅവത്തിന് വേണ്ടി, അറബി കോളേജിന് വേണ്ടി, യതീഖാനയ്ക്ക് വേണ്ടി, ഖുർആനിന് വേണ്ടി, ഹദീസിന് വേണ്ടി, വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചവരെവിടെ? എന്ന് വിളിച്ചിട്ട് രണ്ട് കൂട്ടുകാരെ വീതം വിളിക്കുകയാണ് അല്ലാഹു. എന്നിട്ട് അവർക്ക് പടച്ചതമ്പുരാൻ കൊടുക്കുന്ന സ്ഥാനം എന്തെന്നറിയോ? വറജുലാനി ഫില്ലാഹിൽ കരീമി തഹാബബ بحال افتراق منه ما ووصالي. സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് വിയർപ്പിൽ കുളിച്ച് യാ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങൾക്ക് പേടിയാകുന്നു അല്ലാഹ് എന്ന് പറഞ്ഞു മഹ്ശറയിൽ നിന്ന് കരയുന്ന സമയമുണ്ടല്ലോ. സബാനിയത്തിന്റെ മലക്കുകൾ നരകത്തെ കെട്ടിവലിച്ചു കൊണ്ടുപോവുകയാണ്. അത് കാണുമ്പോ അല്ലാഹ് ഈ നരകത്തിലല്ലേ ഞങ്ങൾ ചെന്ന് വീഴാൻ പോകുന്നത്? പടച്ചവനെ പേടിയാവുകയാ. ഹൽ മറദ്ദ മിൻ സബീൽ, എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ റബ്ബേ എന്ന് ചോദിച്ച് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു പറയുകയാണ്, വരിക, എന്നെ ഇഷ്ടപ്പെട്ട രണ്ട് കൂട്ടുകാര് വരിക. നിങ്ങളിവിടെ വെയിൽ കൊള്ളാൻ പാടില്ല, നിങ്ങളിവിടെ വിയർക്കാൻ പാടില്ല, നിങ്ങളിവിടെ കരയാൻ പാടില്ല, നിങ്ങളിവിടെ ദാഹിക്കാൻ പാടില്ല. നിങ്ങൾ എന്റെ അർശിന്റെ താഴത്ത് തണലുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് വെക്കുന്ന പോലെ കരുണക്കടലായ പടച്ചതമ്പുരാ വിളിച്ചുകൊണ്ട് നിങ്ങളെ ചേർത്ത് വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൃത്തുക്കളെ വിളിച്ച് അർശിന്റെ തണലിലേക്ക് അല്ലാഹു, പടച്ചവന്റെ സിംഹാസനത്തിന്റെ താഴെ നിങ്ങൾ അവിടെ ഒരുമിച്ചിരുന്നോ? നിങ്ങൾ എനിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നവരല്ലേ? ബദറിന്റെ ശുഹദാക്കളെ വിളിക്കും, ഉഹദിൽ ഒരുമിച്ച് നിന്നവരെ വിളിക്കും. മുത്ത റസൂലിന്റെ ശരീരത്ത് ഒരു മുള്ളു പോലും തറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് ഉഹദിന്റെ മണ്ണിൽ നിന്ന് 54ഓളം വരുന്ന പ്രിയപ്പെട്ട സ്വഹാബികൾ റൗണ്ടിന് നിന്നു. റൗണ്ടിന് ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടവരല്ലേ എന്ന് പറഞ്ഞ റൗണ്ടിന് കൈ ഇങ്ങനെ കോർത്തു പിടിച്ചു. മുത്ത റസൂലിന്റെ നേരെ ഒരമ്പ് വന്നാൽ എന്റെ നെഞ്ച് കാണിച്ചിട്ട് ഞാൻ തടഞ്ഞു നിർത്തും എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സ്വഹാബികൾ അവരൊക്കെ അവിടെ ഇരിക്കുമ്പോ അവരുടെ കസേരയുടെ തൊട്ടടുത്തിരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് യോഗ്യതയുണ്ടോന്നറിയില്ല, എന്നാലും ഞങ്ങൾക്ക് നല്ല സുഹൃത്തു ബന്ധമുണ്ട്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ പരിശ്രമിക്കണം.
നമ്മൾ ത്യാഗം ചെയ്യണം. ഇന്ന് ഏറ്റവും അധികം നാശം മോശമായ കൂട്ടുകെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാശത്തിന്റെ കാരണം. അല്ലാഹു നബി തങ്ങളോട് പറയുന്നു, നബിയേ വജബത്തു മഹബ്ബതി അലാ മുതഹാബീന ഫിയാ, എനിക്ക് വേണ്ടി ഒരുമിച്ച് സ്നേഹിച്ചവർക്ക് എന്റെ സ്നേഹം നിർബന്ധമാണ് നബിയേ, എന്റെ സ്നേഹം നിർബന്ധമാണ് നബിയേ. അള്ളാന്റെ സ്നേഹം നമുക്ക് വേണ്ടേ? നല്ല കൂട്ടുകാരുണ്ടായാ മതി. അള്ളാന്റെ സ്നേഹം നമുക്ക് വേണ്ടേ? നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാ മതി. നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, പടച്ചവനെ കുറിച്ച് പറയുന്ന, മക്കയെ കുറിച്ച് പറയുന്ന, മദീനയെ കുറിച്ച് പറയുന്ന, സമുദായത്തിന്റെ സങ്കടങ്ങളെ കുറിച്ച് പറയുന്ന ധാരണകൾ മനസ്സിന്റെ അകത്ത് കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരുണ്ടെങ്കിൽ നിനക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ചവന്റെ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് റസൂൽ പറഞ്ഞത്, മൻ അഹബ്ബ ലില്ലാഹ് വമൻ അബ്ഗള ലില്ലാഹ് വമൻ അഅതാ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആര് അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നുവോ, ആര് അല്ലാഹുവിന് വേണ്ടി വെറുക്കുന്നുവോ, ആര് അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്നുവോ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാനിന്റെ പരിപൂർണത എത്തിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്നേഹബന്ധം അല്ലാഹുവിന് വേണ്ടിയായിരിക്കും. നിങ്ങൾ ഉമ്മയെ സ്നേഹിക്കുന്നതും വാപ്പയെ സ്നേഹിക്കുന്നതും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അവിടെ മുതൽ ആ സ്നേഹത്തെ കണക്കാക്കണം. എല്ലാ സ്നേഹവും പടച്ചവന് വേണ്ടിയായിരിക്കും. നിങ്ങൾ ഉമ്മയും വാപ്പയെ സ്നേഹിക്കണം അള്ളാഹിന് വേണ്ടിയാണോ? ജനങ്ങൾ എന്തു പറയും? ഇത്രയും കാലം എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പയെ ഞാൻ പരിഗണിക്കുന്നില്ല എന്നറിഞ്ഞ എവിടെ പോന്നു പറഞ്ഞിട്ട് പോ. എവിടെ പോണു? പ്ലെയിങ്സ് കൊടുക്കാനാ? മൂത്രം ഒഴിക്കാനാ? പിന്നെ പറയപ്പോ അങ്ങനെ വെളിയിൽ പോകാനൊന്നും പറ്റൂല. എവിടെ പോകണം? ഞാൻ എപ്പോഴേ പറഞ്ഞത് അയാളെ വലിയ കുഴപ്പമാണോ, കേറണ്ടെന്ന് എപ്പോഴേ പറഞ്ഞില്ലേ, കേറണ്ട. അവിടെ വന്നിരിക്കും. മൂത്രം ഒഴിക്കണമെങ്കിൽ മാത്രം പോയാതെ കേട്ടാ. നല്ല മക്കളല്ലേ നിങ്ങളിപ്പോ? ഈ തിരക്കിനിടെ വെളിയിലോട്ട് പോയാൽ വണ്ടിയൊക്കെ വരികയല്ലേ മക്കൾ? അവിടെ ഇരുന്നോളൂ. നിങ്ങൾ മര്യാദയ്ക്കിരുന്ന അവസാനം ഇൻഷാ അല്ലാഹ് സൂപ്പർ കഥ പറഞ്ഞു തരും. ഡിങ്കന്റെ കഥ കേട്ടാ. ഉണ്ടായിരിക്കണേ, ഉറങ്ങിയേ പറഞ്ഞു തരൂല. ഒരുത്തൻ പറഞ്ഞ ചുമ്മേനളെ ഇയാളതൊന്നും പറയത്തില്ല, ഇയാളിപ്പോ മാഷറൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ദുആ ചെയ്ത് പിരിയാനുള്ളത്. മിണ്ടാതിരുന്ന പറഞ്ഞുതരാം, മര്യാദയ്ക്കിരിക്കണം കേട്ടോ. നല്ല മക്കൾ അല്ലാഹു തആല സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഹാഫിളുകളും ആലിമീങ്ങളും ആക്കട്ടെ. നല്ല മക്കൾ അൽഹംദുലില്ലാഹ്. അവരെ സോപ്പെട്ടെങ്കിലെ കാര്യം നോക്കുള്ളൂ. വലിയ പ്രശ്ന അവരെ നമ്മളിങ്ങനെ വാർത്തെടുക്കണം നല്ല മക്കളായിട്ട്. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ദീർഘായുസ് തരട്ടെ. മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അല്ലാഹുവേ ഇതുപോലുള്ള സ്വർഗത്തിന്റെ വേദിയിലൊക്കെ കുഞ്ഞുമക്കളെ കൊണ്ടുവന്നിരുത്താൻ നല്ല മക്കളെ അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ നമ്മള് ഉമ്മയും വാപ്പയെ സ്നേഹിക്കുന്നത് എന്തിനാ സ്നേഹിക്കുന്നത്? അള്ളാഹു എന്ന് പറയുന്ന ഒരു ബന്ധത്തിനോടുള്ള ശക്തി കൊണ്ടൊന്നുമല്ല ചിലപ്പോ. പിന്നെ ജനങ്ങൾ എന്ത് പറയും? ഉമ്മാക്ക് ഫ്ലാറ്റ് വാങ്ങി കൊടുത്തു, ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തു, ഉമ്മാക്ക് പൈസ കൊടുത്തു. ജനങ്ങൾ പറയും അവളവനെ കഷ്ടപ്പെട്ട് പ്രസവിച്ചെങ്കിൽ എന്താ, നല്ലതുപോലെ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ ജനങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അള്ളാഹുവേ പടച്ചവനെ നമ്മുടെ പൊന്നാര ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഓർത്തിട്ട് അല്ലാ നിനക്ക് വേണ്ടി ഞാൻ എന്റെ ഉമ്മയെ സ്നേഹിക്കുകയാണ്. ആശാസന്നാരംഭ പൂമോനെ എന്റെ ആറ്റിലെ താമര നിമോനെ. അല്ലാഹുവേ ബൈത്ത് പാടിയിട്ട് നിന്നെ പാടി ഉറക്കിയ നിന്റെ പൊന്നാര ഉമ്മ, ആ ഉമ്മ പൊന്നുമോനെ തളർന്നു കിടക്കുമ്പോ അടുത്ത ചെന്നിരുന്നിട്ട് അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യണം. പടച്ചവന്റെ പേരിൽ പടച്ചവന് വേണ്ടി ഉമ്മയെയും വാപ്പയെയും സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാ? സൗന്ദര്യത്തിന് വേണ്ടിയല്ല. അതുകൊണ്ടാണ് കുറെ കാലം കഴിയുമ്പോ അടിയുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? സൗന്ദര്യത്തിന് വേണ്ടി പ്രേമിച്ചതുകൊണ്ടാണ്. സൗന്ദര്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നത് കൊണ്ടാണ് കുറെ കാലം കഴിയുമ്പോൾ അടിയാവുന്നത്. അതുകൊണ്ടാണ് പ്രേമ വിവാഹങ്ങൾ നിലനിൽക്കാത്തത്. പ്രേമിക്കുമ്പോ പറയും നിനക്ക് താജ്മഹൽ കെട്ടിത്തരും, കുത്തുബ് മിനാർ ഉണ്ടാക്കി തരും, ചൈനയുടെ വൻമതിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ഒരുമിച്ച് ചാടും എന്നൊക്കെ പറയും. ഇതൊക്കെ ഇങ്ങനെ പ്രേമത്തിന്റെ ശക്തിയിൽ പലതും പറയും. 7-ാം കടലിന്റെ അടിയിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ സ്വന്തമാക്കും, ഐഷാ റംല എന്നൊക്കെ ചിലപ്പോ പാടുകയും കത്തെഴുതുകയും മെസ്സേജ് അയക്കുകയും ലൈക്ക് അടിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ കല്യാണം കഴിഞ്ഞ് ആ മധുരവും മനോഹാരിതയൊക്കെ നുകർന്ന് കുറച്ചു നാളങ്ങോട്ട് കഴിയുമ്പോൾ
പിന്നെ പാതിരാത്രി വരാൻ തുടങ്ങും, പിന്നെ കള്ളു കുടിക്കാൻ തുടങ്ങും, പിന്നെ വൈകിയെത്താൻ തുടങ്ങും, പിന്നെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ തുടങ്ങും. അങ്ങനെ വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ല ഈ പെണ്ണിനെ സ്നേഹിച്ചത്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പറയാം, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പ്രേമിക്കാൻ പോകുമില്ലാരെ, അള്ളാഹുവിന് വേണ്ടി ഐ ലവ് യു അല്ലേ? നമ്മളിപ്പോ ചെറുപ്പക്കാർ അങ്ങനെ ചിന്തിച്ചാൽ അത് നടക്കുമെന്ന് ചോദിച്ചാൽ, വിവാഹത്തിന് മുമ്പുള്ള എല്ലാ ബന്ധങ്ങളും ഹറാമ് തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഇവിടെ ബഹുമാനനായ ചെറുക്കൽ അബ്ദുള്ള സാഹിബ് എന്നോട് പറഞ്ഞു, ഇതെന്റെ അനുജനാണ്, എന്റെ സുഹൃത്താണ്, എന്റെ കൂടപ്പിറപ്പുകളാണ്, എന്റെ കൂട്ടുകാരാണ്, പലരെയും പരിചയപ്പെടുത്തി തന്നു. അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ബന്ധമാണ്, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടച്ചവന്റെ ഖാദിമീങ്ങളാകാനുള്ള സ്നേഹബന്ധമാണ് അവർ ചൂണ്ടിക്കാണിച്ചതെങ്കിൽ, സുഹൃത്തുക്കളാക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയുള്ള സുഹൃത്ത് ബന്ധമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അള്ളാഹുവേ വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത്. പക്ഷേ വഖദ് സ്വാറത്ത് ആമത്ത് മുഖിദാത്തുൻ നാസി അലാ അംരി ദുനിയാ, ഇന്നുള്ള പല സൗഹൃദങ്ങളും ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പല സൗഹൃദങ്ങളും. അല്ലാഹുവേ ഞങ്ങളെ നീ അത്തരക്കാരിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. നാളെ പരലോകത്തിന്റെ കൂട്ടുകാരൻ എവിടെ, എന്റെ കൂട്ടുകാരൻ എവിടെ എന്ന് ചോദിക്കുന്ന ബന്ധം ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ, റമളാൻ പ്രഭാഷണം മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിൽ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഞാൻ നടത്തുമ്പോൾ, കഴിഞ്ഞ വർഷം എനിക്ക് റമളാൻ പ്രഭാഷണത്തിന് പോകാൻ കഴിഞ്ഞില്ല. കാരണം റമളാനിന് ഒരാഴ്ച തൊട്ട് മുമ്പാണ് എന്റെ പ്രിയപ്പെട്ട മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നുപോയത്. അതുകൊണ്ട് ആ റമളാന്റെ എല്ലാ പ്രോഗ്രാമുകളും ക്യാൻസലാക്കി എന്റെ മനസ്സ് പൊട്ടിപ്പോയ സഹധർമ്മിണിക്ക് സമാധാനം കൊടുക്കാൻ എന്റെ വീട്ടിന്റെ അകത്തിരുന്നു. അതിനു മുമ്പുള്ള റമളാൻ മാസത്തിലെ മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിന് വേണ്ടി അല്ലാഹുവേ പ്രഭാഷണം നടത്തി. പകൽ സമയത്ത് പ്രഭാഷണം കഴിഞ്ഞു മടങ്ങി വരുമ്പോ പാലക്കാട് ജില്ലയിലെ മനോഹരമായ മണ്ണാർക്കാട് പരിസരത്തുള്ള പള്ളിയിലൊന്ന് നമസ്കരിക്കാൻ വേണ്ടി ളുഹറിന്റെ സമയത്ത് കയറിയപ്പോ ജമാഅത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ജമാഅത്തായി നിസ്കരിക്കാൻ കയറി. അല്ലാഹുവേ, നിസ്കാരം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ആ പള്ളിയുടെ പുറകിൽ ഒരു 10 വയസ്സ് വരുന്ന പ്രിയപ്പെട്ട മകൻ സ്കൂൾ യൂണിഫോം ഒക്കെ ധരിച്ച് ഒരു ബാഗ് തൂക്കിയിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആ പൊന്നുമോൻ വന്ന് സലാം പറഞ്ഞിട്ട് പറയുന്നു, നൗഷാദ് ഉസ്താദല്ലേ? അതെ എന്ന് പറഞ്ഞപ്പോ ആ പൊന്നുമോൻ പറയുന്നു, ഉസ്താദേ എനിക്കൊരു ഉപകാരം ചെയ്യുമോ ഉസ്താദേ? 10 വയസ്സോളം പ്രായം വരുന്ന പൊന്നുമോൻ ഒരു ഉപകാരം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ കൗതുകം തോന്നിപ്പോയി. എന്താണ് പൊന്നുമോനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ മോൻ പറയുന്നു, ഉസ്താദേ എന്റെ ഒരു കൂട്ടുകാരനെ ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ഒന്ന് വന്ന് അവന് വേണ്ടി ഒന്ന് സിയാറത്ത് ചെയ്യണം. അല്ലാഹുവേ, സങ്കടം തോന്നിപ്പോയി. 10 വയസ്സല്ലേ പ്രായമാകുന്നുള്ളൂ. തന്റെ ഒരു കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യാൻ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്ന് ആവേശത്തോടെ വന്ന് പറഞ്ഞപ്പോൾ റമളാന്റെ പകലിലുള്ള എല്ലാ തിരക്കുകളും മറന്ന് ആ കുഞ്ഞു കൂട്ടുകാരന്റെ വിരൽത്തുമ്പ് പിടിച്ചിട്ട് ആ കുഞ്ഞു ഖബറിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന ഉടനെ അവൻ കരയാൻ തുടങ്ങി. എന്റെ കൂട്ടുകാരനാണ് ഉസ്താദേ, ഞങ്ങൾ ഒരുമിച്ചാണ് പള്ളിയിലേക്ക് പോകുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഈ റോഡ് മുറിച്ച് കിടക്കുമ്പോ ഞാൻ ഓടി ഇപ്പുറം വന്നു. അവന്റെ ശരീരത്തിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന ഒരു വാഹനം ഇടിച്ചു കയറി. എന്റെ കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി. ഉസ്താദ് ഒന്ന് ദ്വാരക്കണം അവന് വേണ്ടി. ഫാത്തിയോട് ഞങ്ങൾ ദ്വാരക്കുമ്പോ കരയാ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, എത്ര സ്നേഹമാണ്. 10 വയസ്സല്ലേ ഉള്ളൂ, നിഷ്കളങ്ക മനസ്സല്ലേ. അല്ലാഹുവേ, അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വാഹനത്തിലേക്ക് കയറുമ്പോൾ ആ സഹോദരൻ ഓടി വന്നിട്ട് കൈതന്നിട്ട് പറയുകയാണ്, ഉസ്താദ് എന്റെ വാപ്പയും മരിച്ചു പോയിട്ടുണ്ട് ഉസ്താദ്, ദുആരക്കണം. ഞാൻ പറഞ്ഞു, വാപ്പ എവിടെയാണ് അടക്കിയിരിക്കുന്നത്? ഇവിടെ തന്നെയാണ് ഉസ്താദെ എന്റെ വാപ്പയെയും അടക്കിയിരിക്കുന്നത്. അല്ലാഹുവേ, വാപ്പയുടെ ഖബർ കാണിച്ചു തരാറ് തന്റെ ചങ്കായി ജീവിച്ച, തന്റെ മനസ്സിന്റെ ഉള്ളറയിൽ സ്ഥാനം പിടിച്ച കൂട്ടുകാരന്റെ ഖബർ കാണിച്ചു തന്ന 10 വയസ്സുകാരനായ പൊന്നുമോന്റെ മുമ്പിൽ കാസർഗോഡ് ജില്ലയിലെ പൂരപ്പറമ്പിന്റെ കത്ത് തുണിയുടിഞ്ഞാടുന്ന കൂട്ടുകാരാ,
തലതാഴ്ത്തി പോവുകയല്ലേ, തലകുനിച്ചു പോവുകയല്ലേ? ഒരുമിച്ച് കള്ളിനും കഞ്ചാവിനും വേണ്ടി കൂട്ടുകൂടുമ്പോ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് മദ്രസയിൽ പോയ കൂട്ടുകാർ, 10 വയസ്സിനകത്ത് പ്രായം വരുന്ന കൂട്ടുകാരൻ മരിച്ചപ്പോ വാപ്പയുടെ കബറ് കാണിക്കുന്നതിനേക്കാൾ ആദരവോടെ ആ സുഹൃത്തിന്റെ കബറ് കാണിച്ചു തന്ന പൊന്നുമോനെ. അള്ളാഹുവേ, ഇതാണ് നല്ല ബന്ധം. ഇതാണ് ദുനിയാവിന് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു പറച്ചിൽ നമുക്ക് നടക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആരൊക്കെ എത്ര കാലം നിങ്ങളെ സ്നേഹിച്ചാലും മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ മക്കൾ മറക്കും, നിങ്ങളുടെ ഭാര്യ മറക്കും, നിങ്ങളുടെ മാതാപിതാക്കൾ മറക്കും, നിങ്ങളുടെ കുടുംബക്കാർ മറക്കും, കൂട്ടുകാർക്ക് മറക്കാൻ പ്രയാസമാണ്. അതാണ് സൗഹൃദത്തിന്റെ വില. വാപ്പ മറന്നാലും കൂട്ടുകാരൻ മറക്കൂല, ഉമ്മ മറന്നാലും സുഹൃത്തുക്കൾ മറക്കൂല. ഞങ്ങളുടെ പൊന്നാര കൂട്ടുകാരൻ. അതുകൊണ്ടാണ് ഇവിടെ എഴുതി തന്നത്, അപകടത്തിൽ മരണപ്പെട്ടു പോയ, ആക്സിഡന്റ് പറ്റി മരിച്ചുപോയ മസൂദിന് വേണ്ടി ദുആരക്കണമെന്ന് എഴുതി തന്നു. അല്ലാഹുവേ, ആ മസൂദിന്റെ കുടുംബക്കാർക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. ആ പൊന്നാര കൂട്ടുകാർക്ക് നീ പൊരുത്തം കൊടുക്കണേ അല്ലാ. 4 ദിവസം മുമ്പ് നാദാപുരത്ത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു. ഞാനിന്ന് പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ വരുമ്പോ, ഇന്നലെ വയനാടായിരുന്നു, ഇന്ന് രാവിലെ കണ്ണൂർ ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ അവിടെ പോയി. ഞാനും എന്റെ പ്രിയ സഹോദരൻ അന്തുവും എന്നോടൊപ്പമുള്ള സുഹൃത്തുക്കളും എല്ലാവരും കൂടിയിട്ടല്ല, നാദാപുരത്തെ ഷൗക്കത്ത് എന്ന് പറയുന്ന വെളുത്തു തുടുത്ത സുന്ദരനായ ചെറുപ്പക്കാരന്റെ വീട്ടില് ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോ 2 മക്കളാണ് ഓടി വന്നത്. ഞങ്ങളുടെ വാപ്പയാണ് മരിച്ചുപോയ ഉസ്താദേ. അല്ലാഹുവേ, സുന്ദരി കുട്ടികളായ പനിനീർ പുഷ്പങ്ങളെ പോലിരിക്കുന്ന 2 പെൺമക്കള് ഞങ്ങളുടെ വാപ്പച്ചയ്ക്ക് വേണ്ടി ഉസ്താദ് ദുആരക്കണമെന്ന് പറഞ്ഞിട്ട് അവര് കരയുമ്പോ, അല്ലാഹുവേ, വാക്കവിയുടെ ചെറിയ മനസ്സ് പൊട്ടിപ്പോയി. എന്റെ ചെറുക്കളക്കാരാ, ഞാൻ അവിടുന്ന് ദ്വാരം ഇറങ്ങുമ്പോ നിറകണ്ണുകളോടെ നിറഞ്ഞ സദസ്സിൽ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ് അവന്റെ കൂട്ടുകാർ. ഞങ്ങളുടെ സുഹൃത്തായിരുന്നു ഉസ്താദേ, ആരോടും വെറുപ്പില്ലാത്തവനായിരുന്നു ഉസ്താദ്, അവന് വേണ്ടി ദ്വാരക്കണം. ഞങ്ങളുടെ കൂട്ടുകാരനായിരുന്നു ഉസ്താദേ, ആരോടും വെറുപ്പില്ലാത്ത, എല്ലാവരോടും സ്നേഹമുള്ളവനായിരുന്നു ഉസ്താദ്, അവന് വേണ്ടി ദ്വാരക്കണം. അള്ളാഹു അങ്ങനെ നല്ല കൂട്ടുകാരെ നമുക്ക് തരട്ടെ. ഞങ്ങളുടെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ കള്ളുകൂടി ചാടി ആടി നിൽക്കുന്ന സുഹൃത്തുക്കളെ കൊണ്ട് നിനക്കൊരു നേട്ടവും ഇല്ല. കുറെ കൂട്ടുകാരുണ്ട് അല്ലേ, കുറെ സുഹൃത്തുക്കളുണ്ട്. നിന്റെ ഒക്കെ കല്യാണം നടക്കുമ്പോ കല്യാണ പന്തലിൽ വരും നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ കുറെ കൂട്ടുകാർ. ഇപ്പോഴത്തെ കല്യാണ സദസ്സിലൊക്കെ നോക്കുമ്പോ കാണാം, സുഹൃത്തുക്കൾ ഇല്ലാതെ കല്യാണമില്ല. ആ സുഹൃത്തുക്കളാണ് തലേ ദിവസം പടക്കം പൊട്ടിക്കുന്നത്, ആ സുഹൃത്തുക്കളാണ് തലേ ദിവസം പൂത്തിരി കത്തിക്കുന്നത്, ആ സുഹൃത്തുക്കളാണ് തലേ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ലുങ്കി വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തിട്ട് ലുങ്കി ഡാൻസ് നടത്തുന്നത്. ആ സുഹൃത്തുക്കളാണ്. ഇതെല്ലാം അവർ നടത്തും. എന്നിട്ടോ കല്യാണത്തിന്റെ നിന്റെ ഭാര്യയുടെ കൂടെ ചേർന്ന് നിന്നിട്ട് അവർ സെൽഫി എടുക്കും. നീ ഒരു ഊള സ്വഭാവത്തിൽ കസേരയിൽ നിന്ന് നോക്കി ഇങ്ങനെ ചിരിക്കും. നിന്റെ സുഹൃത്തുക്കൾ ഓരോന്നിന്റെ തല പൈനാപ്പിൾ തോട്ടം പോലെ എങ്ങനെയാണ് ഇരിക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് വളഞ്ഞങ്ങോട്ടാണ് ഇരിക്കുക, കുട്ട എടുത്ത് തല വെച്ച പോലെ. കാസർഗോഡൊക്കെ ഒരുപാട് കുറഞ്ഞു ആ സ്റ്റൈല്, ഒരുപാട് കുറഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്താണ് തുടങ്ങിയിരിക്കുന്നത്. അവര് പിന്നെ മുടി വെട്ടത്തൊന്നുമില്ല, 4 ചുണ്ടിലും വളർത്തി ഇങ്ങനെ നടക്കുകയാണ്, നക്കീറിനെ പോലെ. അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ സുഹൃത്തുക്കൾ വന്നിട്ട് സ്വന്തം ഭാര്യയുടെ അടുത്തിരുന്നിട്ട് സെൽഫി എടുക്കും. ഈ സെൽഫി എടുക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ണെന്തിനാണ് ഇങ്ങനെ ആക്കണം? എന്തിനാണ് നോക്ക്, എന്തിനാ എനിക്കിത് മനസ്സിലായിട്ടില്ല. മൊബൈൽ ഇങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങോട്ട് നോക്കി കണ്ണൊരു പ്രത്യേക സ്റ്റൈൽ. അത് അതിന്റെ നിയമമാണോ ഫർളാണോ ഷർത്താണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആക്കലുണ്ട്. അള്ളാഹുവേ, പടച്ചവനെ, ഞാൻ പറയട്ടെ, നിങ്ങളൊരു സെൽഫി എടുക്കണം. എങ്ങനെയെന്നറിയും, നിങ്ങൾ തന്നെ കുളിച്ചൊരുങ്ങി ഒരു 3 വെള്ള തുണിക്കകത്ത് കയറി കിടന്നിട്ട് കൂട്ടുകാരനോട് പറയണം, ഒന്ന് പുതിയടാന്ന് പറയണം. ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട്. കഫം പുതിയണം അങ്ങനല്ലേ, പുതിഞ്ഞ് കാലിന്റെ അവിടെ ഒരു കെട്ട്, തലയുടെ ഒരു ചെറിയ കെട്ട്, എന്നിട്ട് അതിന്റെ അകത്തൂടെ കഫം തുണിയുടെ കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് വെളിയേക്ക് നോക്കിയിട്ട് ഒരു സെൽഫി എടുക്കണം. മയ്യത്ത് ഇങ്ങനെ അതിനെടുത്ത് മൊബൈലിന്റെ പ്രൊഫൈലായിട്ട് ഫ്രണ്ടിലിടണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി. അപ്പൊ ഈ മൊബൈലിനകത്തുള്ള ഒരു കോമാളിത്തരവും കാണാനും ആസ്വദിക്കാനും നിനക്ക് കഴിയൂല. നമ്മൾ അത് കണ്ടിട്ട് നമ്മൾ കിടക്കും. എന്തിനാണ് ഈ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നിന്റെ ഭാര്യയെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നു, ഈ കൂട്ടുകാർ നിന്റെ ഭാര്യയെ ആസ്വദിക്കുന്നു, ഈ കൂട്ടുകാർ അവരോടൊപ്പം സെൽഫി എടുക്കുന്നു, അവരോടൊപ്പം ആഘോഷിക്കുന്നു. ഇതൊക്കെ നീ കണ്ടുകൊണ്ട് നിൽക്കുന്നു ലജ്ജയില്ലാതെ. ഇങ്ങനത്തെ കൂട്ടുകാർ നീ മരിക്കുമ്പോ നിനക്ക് വേണ്ടി കരയും, പക്ഷെ ദുആരക്കാൻ അവർക്ക് അറിയണ്ടേ. അവര് കുപ്പിയെടുത്തിട്ട് കൂട്ടുകാരൻ മരിച്ചുപോയ സങ്കടം കൊണ്ട് കള്ളുകുടിക്കും. ചെറുപ്പക്കാരാ, കൂട്ടുകാരൻ മരിച്ചുപോയ വിഷമം കൊണ്ട് ഒരുമിച്ച് കള്ളുകുടിക്കും സഹോദരാ.
അതിന്റെ എല്ലാം അറാബ് കിട്ടുന്നത് നിന്റെ ഖബറിന്റെ അകത്താ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല കൂട്ടുകാരെ തരണേ അല്ലാ. ഖബറിന്റെ അടുത്തിരുന്ന് പോയാലും സഹോദരാ എന്റെ മനസ്സിന്റെ അകത്ത് നീ ഉണ്ടടാ എന്ന് പറഞ്ഞ കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണേ അല്ലാ. ചെറുക്കളയിൽ വന്ന സഹോദരങ്ങളെ സഹോദരിമാർ അവരുടെ കൂട്ടുകാരെ ഒന്ന് കണക്കിലെടുക്കുക. സ്റ്റേജിലിരിക്കുന്ന സഹോദരങ്ങളും ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും അവരുടെ ഒരു 5 കൂട്ടുകാരെ മനസ്സിലേക്ക് കൊണ്ടുവരിക. 5 കൂട്ടുകാരെ മനസ്സിൽ കൊണ്ടുവരിക. അള്ളാഹുവിന് വേണ്ടിയാണോ സ്നേഹിക്കുന്നത് അതൊക്കെ പിന്നീട്. ആദ്യം വരുന്ന 5 കൂട്ടുകാർ, ഇത് വെറുതെ കേട്ടോണ്ടിരിക്കില്ലേ, ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്റെ മനസ്സിലേക്ക് 5 കൂട്ടുകാരെ കൊണ്ടുവരാണ്. നോക്കണ്ട, നീയൊന്നുമില്ല, അബ്ദുള്ള സാഹിബും ഇല്ല, അബ്ദുല്ല, ആരുമില്ല, അതൊക്കെ പിന്നീടാണ്. ആദ്യത്തെ 5 കൂട്ടുകാരെ ഉദാഹരണത്തിന് വേണ്ടി കൊണ്ടുവരാണ്. 5 വരെ, 1, 2, 3, 4, 5, 5 വരെ ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുവരണം മനസ്സിൽ. പറ്റില്ലെങ്കിൽ 2 പേരെങ്കിലും കൊണ്ടുപോകാം. ഉദാഹരണത്തിന് ഇതൊരു ഉപകാരമാകാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നല്ലൊരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് മനസ്സിൽ ഉപകാരമില്ലാതെ പോരുത്. സഹോദരിമാരും 5 കൂട്ടുകാരന്മാരെ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങളൊരു 50 പേരെ ഇപ്പൊ തന്നെ മൊബൈൽ എടുത്തിട്ട് ശുക്കൂറുണ്ട്, സുധീറുണ്ട്, സിദ്ദീഖുണ്ട് എന്നൊക്കെ പറയും. അത് വേണ്ട. കൂട്ടുകാരികളെ 5 പേരെ അല്ലെങ്കിൽ ഒരു 2 പേരെ നിങ്ങൾ എടുക്കണം. എടുത്തിട്ട് നിങ്ങൾ ചിന്തിക്കണം, ഒന്നാമത്തെ കൂട്ടുകാരൻ അവനെ ഞാൻ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്, അവൻ എന്തിനാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്. ഒന്നൊന്ന് കണക്ക് കൂട്ടിയാൽ മതി. അവനെ ഞാൻ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്, അവൻ എന്തിനാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്. ഒന്നെങ്കിൽ നീ ഒരു അറിയപ്പെട്ട ആളായിരിക്കും, നിന്റെ കൂടെ നടന്നാൽ കുറെ ഫോട്ടോ കിട്ടും. നിന്റെ കൂടെ നടന്നാൽ എന്റെ ഇപ്പോ ഞാൻ നമ്മുടെ ഈ MFIP മുബാറക്ക് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, കൊച്ചു പയ്യന, വീഡിയോ റെക്കോർഡിങ്ങിനൊക്കെ പറഞ്ഞതന്നെ. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ കുറെ ആളുകളൊന്ന് ഫോട്ടോ എടുത്ത് പാവം പറയണം, ഇവിടെ പോയാലും ആരാധകരുടെ ശല്യമാണ് എന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ആളിന്റെ കൂടെ നടന്നാൽ ചിലപ്പോൾ കുറെ ഫോട്ടോ എടുക്കാൻ പറ്റും, ചിലപ്പോൾ അവരോടൊപ്പം കുറെ സംസാരിക്കാൻ പറ്റും, കുറെ ഇടപെടാൻ പറ്റും. അല്ലെങ്കിൽ അടുത്ത ഒരാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ അവിടുത്തെ കോടീശ്വരന്മാരായതുകൊണ്ട് അവരെ ഒന്ന് പൊക്കി പറഞ്ഞ് അവരുടെ തോളത്തുനിന്ന് കൈയിട്ട് കാക്ക എന്നാ സുഖമല്ലേ നിങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാ അല്ല എന്ന് പറഞ്ഞാൽ എന്താ വല്ലവും ചിരിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വല്ലവും ഇങ്ങനെ കിട്ടും. അതുകൊണ്ടാണ് നിന്നെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നീ അവരെ ഇഷ്ടപ്പെടുന്നു. ഇനി മൂന്നാമത്തത് ചിലപ്പോ നല്ല രാഷ്ട്രീയക്കാരനായിരിക്കാം. എന്ത് കാര്യത്തിനും അവനെ ഇടപെട്ടാൽ മതി. വീട്ടിലെ ഗ്യാസ് കുറ്റി ഉൾപ്പെടെ നാട്ടിലെ കൊലപാതകം വരെ എല്ലാത്തിനും അവരുമായി ബന്ധപ്പെട്ടാൽ ഒരു ചെറിയ സമാധാനം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിന്നെ അവരിഷ്ടപ്പെടുന്നത്, നീ അവരെ ഇഷ്ടപ്പെടുന്നു. ഏതെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാവും. ഇനി ഇതൊന്നുമല്ല ഉസ്താദേ, എന്നാലും എനിക്ക് 5-6 കൂട്ടുകാരുണ്ടല്ലോ, എന്തിനാണ് അവരെന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ല എങ്കിൽ നിന്റെ പെങ്ങന്മാര് സുന്ദരികളായിരിക്കും, അല്ലെങ്കിൽ നിന്റെ ഭാര്യ സുന്ദരിയായിരിക്കും. സുന്ദരിയായ ഭാര്യയുള്ളവൻ ഒരുപാട് കൂട്ടുകാരുണ്ടാവും, സുന്ദരിയായ പെങ്ങന്മാരുള്ളവൻ ഒരുപാട് കൂട്ടുകാരുണ്ടാവും. നിങ്ങളിത് കേൾക്കുമ്പോ ഉസ്താദേ നിങ്ങൾ ഈ ഞങ്ങളുടെ സൗഹൃദത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണോ വാതു പറയുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് തന്നെയാണ്. നല്ല സൗഹൃദം ഉണ്ടാക്കണം. നിലവിലുള്ള മോശം സൗഹൃദം നമ്മൾ നശിപ്പിച്ചേ പറ്റൂ. നല്ല കൂട്ടുകാരുണ്ടാക്കണം. പെങ്ങളെ കാണാൻ വേണ്ടി വരുന്ന കൂട്ടുകാരെ നമുക്ക് വേണ്ട, ഭാര്യയെ കാണാൻ വേണ്ടി വരുന്ന കൂട്ടുകാരെ നമുക്ക് വേണ്ട, നമ്മുടെ പോക്കറ്റിന്റെ കനം നോക്കിയിട്ട് സ്നേഹിക്കുന്ന കൂട്ടുകാരെ നമുക്ക് വേണ്ട. ഞാൻ പറയുന്നു, എന്റെ ശബ്ദത്തെ സ്നേഹിക്കുന്ന കൂട്ടുകാരെ എനിക്ക് വേണ്ട. അത് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സ്നേഹിച്ചു. പക്ഷെ എന്നെ സ്നേഹിക്കുമ്പോൾ വ്യക്തിപരമായ എന്റെ സ്വഭാവം, എന്റെ രീതിയും രൂപവും ഭാവവും മനസ്സിലാക്കിയിട്ട് എന്നോട് ഇടപെടുന്ന കൂട്ടുകാരാണ് എന്റെ ഏറ്റവും നല്ല കൂട്ടുകാർ. പ്രസംഗത്തിന്റെ ഒരു കാലം കഴിയുമ്പോ ഇനി അയാൾ വേണ്ട എന്ന് പറഞ്ഞു മാറ്റുന്നവരല്ല, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന കൂട്ടുകാർ. അപ്പൊ നല്ല സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ എത്ര പേരുണ്ട് പടച്ചവനെ നിനക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നത്. കണക്കൂട്ടി നോക്കുക സഹോദരിമാരെ. അള്ളാഹുവേ, സുന്ദരിയായ പെൺകുട്ടികളെ നിങ്ങൾ കൂട്ടുകാരികളായി വെച്ചിരിക്കുന്നത് അവളുടെ സ്റ്റൈൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അവളുടെ പെരുമാറ്റം ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അവളെ കൂടെ നടന്നാൽ 10 ആള് ശ്രദ്ധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ചെറുക്കളയിലെ പൊന്നുമോളെ നീ അവളെ കൂടെ നടക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതൊന്നും പടച്ചവന് വേണ്ടിയുള്ള സ്നേഹമല്ല, അതൊന്നും അല്ലാഹുവിന് വേണ്ടിയുള്ള ഇഷ്ടമല്ല, അതൊന്നും അല്ലാഹുവിന് വേണ്ടിയുള്ള ഇഷ്ടമല്ല. നിങ്ങൾ പറയുന്നു ഉസ്താദേ എനിക്ക് അല്ലാഹു നല്ല കൂട്ടുകാരെ തരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അറാദല്ലാഹു ബിഹി ഖൈറാ, ഒരു മനുഷ്യൻ അല്ലാഹു നന്മ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ റസഖഹു ഖലീലൻ സോലിഹാ, അവൻ അല്ലാഹു നല്ല സോലിഹായ കൂട്ടുകാരനെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ, ആർക്കെങ്കിലും അല്ലാഹു തൗഫീഖ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അല്ലാഹു നല്ല കൂട്ടുകാരനെ കൊടുക്കുമെന്ന് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് അല്ലാഹു വിജയം തരാൻ പോയാൽ മിൻ സഅദത്തിൽ മർഇ അൻ യകൂന ഇഖ്വാനുഹു സ്വാലിഹീൻ. ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണം അവന്റെ സ്നേഹനിധികളായ നല്ല കൂട്ടുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ ജീവിത വിജയത്തിന് നല്ല കൂട്ടുകാരാവശ്യമാണ്. നിന്റെ യാത്രയിലെ സന്തോഷത്തിന് നല്ല കൂട്ടുകാരാവശ്യമാണ്. നിന്റെ വിജയത്തിന് നല്ല കൂട്ടുകാരാവശ്യമാണ്. നല്ല കൂട്ടുകാരെ കിട്ടുമ്പോ നീ നമസ്കരിക്കുകയാ, നല്ല കൂട്ടുകാരെ കിട്ടുമ്പോ നീ ഇബാദത്ത് ചെയ്യുകയാ, നല്ല കൂട്ടുകാരെ കിട്ടുമ്പോ നീ ഖുർആൻ ഓതുകയാണ്. അങ്ങനെ ഓതി ഓതി നിനക്ക് ഹിദായത്ത് കിട്ടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ ഹിദായത്തല്ലേ നമ്മൾ നമസ്കാരത്തിൽ പടച്ചവനോട് ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ ഹിദായത്ത് നിനക്ക് അല്ലാഹു തരുന്നത് നല്ല സുഹൃത്തുക്കളിലൂടെയാണ്, നല്ല ബന്ധങ്ങളിലൂടെയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കവിളത്ത് മുത്തം കൊടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്റെ നല്ല കൂട്ടുകാരനാണ്. കറുത്തവനായ ബിലാലിന്റെ വെളുത്ത കൈ പിടിച്ചിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്റെ നല്ല കൂട്ടുകാരനാണ്. അങ്ങനെ നല്ല സുഹൃത്തുക്കളുണ്ടായപ്പോ ബദരന്തരനാഗണത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നിട്ട്, ബദരന്തരനാഗണത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നിട്ട് പാവപ്പെട്ട സഹാബത്തിനെ കൊന്നെടുക്കാൻ പോയപ്പോ നെഞ്ചുറപ്പോടെ ഒരുമിച്ച് നിന്നിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാര് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇങ്ങനെ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ച് ഒരുമിച്ചിറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ 10,000 ശത്രുക്കൾ ഭയന്നു പോകാൻ ഒരു നല്ല കൂട്ടായ്മ മതി. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ചങ്കൂറ്റത്തോടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പള്ളിക്കകത്ത് കിടന്ന് ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ സാഹിബിനെ വെട്ടിയെറിയുമ്പോ നല്ല സുഹൃത്തുക്കളില്ലാതെ, നല്ല കൂട്ടുകെട്ടില്ലാതെ, നല്ല ഒത്തൊരുമയില്ലാതെ ഈ സമുദായത്തെ കണ്ടവർക്ക് കൊത്തിപ്പിന്നാൻ വേണ്ടി വാരി വിളമ്പി കൊടുക്കാൻ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും വേണ്ടി കൂട്ടുകൂടുന്ന എന്റെ ചെറുപ്പക്കാരാ, അത് മാറ്റിവെക്കൂ പൊന്നുമോനെ. വഅ്തസിമൂ ബിഹബ്ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ച് നിന്നോ, അല്ലാഹുക്ക് വേണ്ടി ഒരുമിച്ച് നിന്നോ. നാളെ ചെറുക്കള പള്ളിക്കകത്ത് കടന്നു വരുമ്പോ നിക്കടാ അവിടെ എന്ന് പറയാ ചങ്കൂറ്റമുള്ള ഒരുമ്മവറ്റ മക്കളെ പോലെയുള്ള കാരിമ്പിന്റെ കരുത്തുറ്റ ഈമാന്റെ മക്കളാവോ. എന്റെ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, മനസ്സ് വെച്ചില്ലെങ്കിൽ മരണം വരെ കരയാൻ വിധിക്കപ്പെട്ട ചണ്ടികളായി, പടുജാഹിലീങ്ങളായി നമ്മൾ അത് പതിച്ചു പോകും. അല്ലാഹുവേ നീ കാക്കണയല്ലാ. അതുകൊണ്ട് മക്കളെ ഒരുമിക്കുക. നിന്റെ കുടുംബം നോക്കാറ്, കുടുംബ മഹിമ നോക്കാറ്, ബിസിനസ് നോക്കാറ്, സമ്പത്ത് നോക്കാറ്, അഭിവൃദ്ധി നോക്കാറ്, സൗന്ദര്യം നോക്കാറ്, കരുത്ത് നോക്കാറ്, കഴിവ് നോക്കാറ്, രാഷ്ട്രീയം നോക്കാറ്, പാട്ട് നോക്കാറ്. ഒരുമിച്ച് നിന്നിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഒരു സങ്കടം വന്നാ ഒരുമിച്ച് കരയാൻ വേണ്ടി രംഗത്ത് വരിക. ഒരു വിഷമം വന്നാ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് രംഗത്ത് വരിക. അല്ലാഹു അക്ബർ എന്ന് ഒരുമിച്ച് പറയണ്ട. നമ്മൾ ഇന്ന് എത്രയോ ശരിയായി നിൽക്കുന്നു. നാഥന്റെ വാക്കുകൾ പോലും മറന്നു സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നു. നിൽക്കു, നീ ചിന്തിക്കൂ, നിന്നെ തകർക്കുവാ നീ തന്നെ തുനിയുകയാണോ? നിൽക്കു, നീ ചിന്തിക്കൂ, നിന്നെ തകർക്കുവാൻ നീ തന്നെ തുനിയുകയാണോ? ശരിയല്ലേ? നമുക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ സന്തോഷം, അതിനപ്പുറത്ത് ആര് മരിച്ചാലെന്താ, ആര് യതീമായാലെന്താ, ഏത് പള്ളി പൊളിച്ചാലെന്താ, എവിടെ പ്രശ്നമുണ്ടായാലെന്താ, നമ്മൾ സേഫ് അല്ലേ? അത് പോരാ. അതൊരു വിശ്വാസിക്ക് പറ്റിയതല്ല. അതൊരു വിശ്വാസിക്ക് പറ്റിയതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തോടെ ചെറുക്കളയിൽ വന്ന ചെറുപ്പക്കാരോട് പറയാണ്, ഇത്രയും സ്വാലിഹീങ്ങളായ ഒരു ഖൗമ് ഒരുമിച്ച് നിന്ന് നമ്മുടെ ഉമ്മത്തിനെ ജയിക്കാൻ പറ്റൂലേ? യുദ്ധം ചെയ്യാനല്ല ഈ പറയുന്നത്, ബോംബുണ്ടാക്കാനല്ല ഈ പറയുന്നത്, മിസൈൽ ഉണ്ടാക്കാനല്ല ഈ പറയുന്നത്. ഞാനിവിടെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് ഒരു ഹിന്ദുവിന്റെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അതിനല്ല ഈ പറയുന്നത്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് നിസ്കരിക്കാൻ പോകുന്നു, ഒരുമിച്ച് വാതേക്കാൻ പോകുന്നു, ഒരുമിച്ച് സ്നേഹിക്കുന്നു. കള്ളും കഞ്ചാവും ലഹരിയും പെണ്ണും മണ്ണും പൊന്നും ഒന്നും അതിന്റെ ഇടയിലില്ലെങ്കിൽ തീർച്ചയായും നമ്മളെ ശത്രുക്കൾ പേടിക്കും.
നമ്മളിങ്ങനെ ചേരി തിരിഞ്ഞ് പല വിഭാഗമായിട്ട് കിടക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വലിയ എളുപ്പമാണ് നമ്മളെ നശിപ്പിക്കാൻ. വളരെ ഗൗരവത്തോടെ നല്ല സദസ്സിൽ വെച്ച് പറയാണ്, വീണ്ടും വിചാരമുണ്ടായിട്ട് ഞാനും നിങ്ങളും അള്ളാഹുവിനെ ഓർത്തിട്ട്, പടച്ചവനെ ഓർത്തിട്ട്, എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പട്ടിണി കിടന്ന അസ്ഹാബുൽ ബദർ, ഭക്ഷണം കഴിക്കാൻ അവർക്ക് നിവൃത്തിയില്ല, എന്നിട്ട് പോലും അള്ളാഹ് എന്ന് പറയുമ്പോ ഇസ്സത്തോടുകൂടി സടകുടഞ്ഞെഴുന്നേക്കാൻ കഴിഞ്ഞത് പടച്ചവനോടുള്ള മഹബത്ത്. അവർ ഒരുമിച്ച് നിന്ന് അള്ളാഹ്ക്ക് വേണ്ടി അത് ഒറ്റിക്കൊടുത്തില്ല, ചതിക്കൊടി തള്ളിയിട്ടില്ല. ഇന്ന് ആരെ വിശ്വസിക്കാൻ പറ്റും? വിശ്വാസ വഞ്ചനയുടെ കാലമല്ലേ. ബിസിനസിന് വേണ്ടി പൈസ കൊടുത്താൽ 10 കാശും കൊണ്ട് അവൻ മുങ്ങുന്നു. ഒരുമിച്ച് കച്ചവടം തുടങ്ങുന്നു, ഒരുമിച്ച് വള്ളത്തെ തള്ളിയിട്ടിട്ട് അവൻ രക്ഷപ്പെടുന്നു. അങ്ങനെ ചതിയുടെ വഞ്ചനയുടെ ലോകത്ത് നല്ല സൗഹൃദം നമുക്ക് ആവശ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നല്ല സുഹൃത്തുക്കൾ ഖബറിന്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരെ മാടി വിളിക്കാൻ ആയിരക്കണക്കിന് മിനൻ നബിയീൻ വസ്സദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. നല്ല സുഹൃത്തുക്കൾ ഖബറിന്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് ആയിരക്കണക്കിന് പ്രവാചകന്മാര്, ഔലിയാക്കള്, ആരിഫീങ്ങള്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള് അവരെ കാത്തിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കങ്ങനെ പോകാൻ പറ്റുമോ? നിന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും ദൂഷ്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ സുഹൃത്തുക്കളാണ് അതിന്റെ കാരണക്കാർ. നിന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും ദൂഷ്യം വന്നിട്ടുണ്ടോ? സുഹൃത്തുക്കളാണ് കാരണം. ആദ്യം ഇന്ന് സിഗരറ്റ് വലിക്കുന്നവരോട് ഞാൻ ചോദിക്കാൻ, ആദ്യം നിന്നെ സിഗരറ്റ് വലി പഠിപ്പിച്ചത് ഒരു കൂട്ടുകാരനല്ലേ? വലിക്കടാ, നീ വലിക്കടാ, വലിക്ക്. അവൻ പറഞ്ഞു, എന്നെ കൊണ്ടത് കഴിയൂല, എന്റെ വാപ്പ 3 ഹജ്ജ് ചെയ്ത ആളാ. കുഴപ്പമില്ലടാ, നമുക്കിത് വലിച്ചിട്ട് 10 ഹജ്ജ് ചെയ്യാന്ന് പറയും. കത്തിച്ച് കൈ തരും. അങ്ങനെ ചെറുതായിട്ട് വലിച്ചു തുടങ്ങും. ആദ്യമായിട്ട് കള്ളു കുടിച്ചത് കൂട്ടുകാരന്റെ പ്രോത്സാഹനത്തിലല്ല. അല്ല സ്വന്തം ഇഷ്ടപ്രകാരം ബാറിൽ പോയിട്ട് ഒരു കുപ്പി ഞാടാന്ന് പറഞ്ഞ് കുടിച്ചിട്ടില്ല ആരും. കൂട്ടുകാരൻ അതിന്റെ സുഖത്തെക്കുറിച്ച് പറഞ്ഞ് അവനെ വീട്ടിൽ കൊണ്ടിരുത്തി, അവന്റെ കല്യാണത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോയി അവിടെ റൂമെടുത്ത് കിടന്ന് ഒരുമിച്ച് കള്ളു കുടിക്കുന്ന ഒരു പ്രത്യേകമായ വൈകൃതം കൂട്ടുകാരാണ് നിനക്ക് ഉണ്ടാക്കി തരുന്നത്, സുഹൃത്തുക്കളാണ് നിനക്ക് ഉണ്ടാക്കി തരുന്നത്. വ്യഭിചാരം സുഹൃത്തുക്കളിലൂടെയല്ലേ പടരുന്നത്. അതിനുവേണ്ടി പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്. അളിയാ, ഇന്നലത്തെ ക്ലിപ്പ് പോരായിരുന്നടാ, ക്ലിയർ ഇല്ല. കുഴപ്പമില്ലടാ, ഇന്ന് ഞാൻ സൂപ്പർ ഒരെണ്ണം അയച്ചു തരാം. സുഹൃത്തുക്കളാണ് അയച്ചു തരുന്നത്, കൂട്ടുകാരാണ് അയച്ചു തരുന്നത്, ഷെയർ ചെയ്യുന്നവര് അല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹറാമിന് വേണ്ടിയിട്ട് സംഗമിക്കുന്നവര്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൗമിനെ നരകത്തിന്റെ വിറകുകൊള്ളിയാകുന്നതിനെ തൊട്ട് നീ കാത്തുരക്ഷിക്കണമല്ല. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്റെ കൂട്ടുകാരൻ എനിക്ക് തന്ന ദൂഷ്യങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ മൻ യുഖാലിലു. പടച്ചവനെ, അല്ലാഹുവേ, ഒരു സുഹൃത്തിന്റെ സ്വഭാവമാണ് അവന്റെ മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് മാറ്റം വരുത്തുന്നതെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കട്ടെ, ആരാണ് എന്റെ കൂട്ടുകാരെന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. പെങ്ങളെ, ഏത് പെണ്ണിന്റെ കൂടെ കൂട്ടുകൂടുന്നുവോ ആ പെണ്ണിന്റെ സ്വഭാവമാണ് നിനക്ക് കിട്ടുന്നത്. ഏത് പെണ്ണിന്റെ കൂടെ കൂട്ടുകൂടുന്നുവോ ആ പെണ്ണിന്റെ സ്വഭാവമാണ് നിനക്ക് കിട്ടുന്നത്. ഏത് യുവാവിന്റെ കൂടെ കമ്പനിയാകുന്നുവോ ആ യുവാവിന്റെ സൗഹൃദത്തിലുള്ള ദൃശ്യങ്ങളാണ് നിനക്ക് ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മസൽ ജലീസ് സ്വാലിഹി, നല്ല കൂട്ടുകാരുടെ ഉദാഹരണം എന്തെന്നറിയോ? സുഗന്ധ കച്ചവടക്കാരനെ പോലെയാണ്. അവന്റെ കൂടെ നടക്കുമ്പോൾ, അവന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ, അവന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, അല്ലാഹുവേ പടച്ചവനെ, അവർക്ക് ഏറ്റവും നല്ല സുഹൃത്തത്തിന്റെ സുഹൃതവും സുഗന്ധവും ആസ്വദിക്കാനും കഴിയുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മസൽ ജലീസിസ്സൂ, മോശമായ കൂട്ടുകാരന്റെ ഉദാഹരണമുണ്ടല്ലോ, ആലയിലെ കച്ചവടക്കാരനെ പോലെയാണ്. പ്രിയപ്പെട്ടവര്, അവന്റെ അടുത്ത് ചെന്നിരിക്കുമ്പോ തന്നെ അതിന്റെ ദുർഗന്ധം നിന്റെ ശരീരത്തിലേക്ക് അടിച്ചു വീശുന്നതാണ്. സുഹൃത്ത് ബന്ധം മോശമായാൽ അത് സംഭവിക്കുന്നതാണ്. നല്ല കൂട്ടുകാരെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഉസ്താദേ? നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഉസ്താദേ? നല്ല കൂട്ടുകാരെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഉസ്താദേ എന്ന് ചോദിക്കുന്ന സഹോദരങ്ങളെ, ആ നല്ല കൂട്ടുകാരെ കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം എന്താ? പറഞ്ഞു തരികയാണ്, പഠിക്കുക. എന്റെ ചെറുക്കളക്കാരാ, എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരങ്ങളെ, നല്ല കൂട്ടുകാർ
കൂട്ടുകാരെ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദിക്റുകൾ നാവിൻ തുമ്പിൽ സജീവമായി കൊണ്ടു നടന്നാൽ അവർക്ക് അല്ലാഹു നല്ല ഒരു കൂട്ടുകാരനെ തരുന്നതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതുപോലുള്ള നല്ല ദിക്റുകൾ നിങ്ങൾ അധികരിപ്പിക്കുക. നല്ല ദിക്റുകൾ അധികരിപ്പിക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ തരുന്നതാണ്. അല്ലാഹു നിങ്ങൾക്ക് നല്ല കൂട്ടുകാരെ തരുന്നതാണ്. അല്ലാഹു നിങ്ങൾക്ക് നല്ല സൗഹൃദം തരുന്നതാണ്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ ഒരിക്കലും ഞാൻ കാണാൻ ചൊല്ലുമ്പോ ആ ബഹുമാനനായ അത്തിപ്പറ്റ ഉസ്താദ് പറയുകയാണ്, മോനെ മാരിവിന്റെ സമയമായി പോയി, പൊന്നുമോനെ മാരിവിന്റെ സമയമായി പോയി. പൊന്നുമോനെ മാരിവിന്റെ സമയമായി പോയി, അതുകൊണ്ട് എനിക്ക് ദിക്ർ ചൊല്ലാനുണ്ട്. ഇപ്പൊ സംസാരിക്കാനുള്ള സമയമില്ല. പ്രഭാഷണം കഴിഞ്ഞിട്ട് രാത്രി വീട്ടിലേക്ക് വരികയാണെങ്കിൽ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ആ പ്രിയപ്പെട്ട ഗുരുനാഥ് തസ്ബീഹുമാലയുടെ മുത്തുമണികളെ മറിക്കാൻ തുടങ്ങിയപ്പോ അത്ഭുതപ്പെട്ടുപോയി. പ്രിയപ്പെട്ടവര്, എത്രയോ തിരക്കുകൾക്കിടയിൽ കരുത്തുറ്റ ചെറുപ്പക്കാർ ഓടിച്ചാടി നടക്കുമ്പോ മറന്നുപോകുന്ന പടച്ചതമ്പുരാന്റെ അധികാറുകളെ പ്രായാധിക്യത്തിന്റെ പടുങ്കുഴി വീണിട്ട് മറക്കാറ് ഈമാനിന്റെ പടവുകൾ കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് 6 മണിയാകുമ്പോ ദിക്ർ ചൊല്ലാൻ തുടങ്ങുമ്പോ അല്ലാഹുവേ പടച്ചവനെ, ഏറ്റവും നല്ല സൗഹൃദ വലയത്തിന് ബന്ധത്തിന് അദ്കാറുകൾ അനിവാര്യമാണ്. നല്ല ദിക്റുകൾ. ഇന്ന് അവസാനം ഇവിടെ ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്. അല്ലാഹുവേ പടച്ചവനെ, നല്ല ദിക്ർ ചൊല്ലി നമുക്ക് ദ്വാരക്കണം. കാസർഗോഡ് ആ എൻഡോസൽഫാൻ മേഖലയിൽ ഒന്ന് പോകണമെന്നത് എന്റെ അതിയായ ആഗ്രഹമായിരുന്നു. ഇന്ന് അതിനുവേണ്ടി തീരുമാനമെടുത്താണ് വന്നത്. പക്ഷെ എത്തിയപ്പോൾ കുറച്ച് വൈകിപ്പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് 1 മണിക്കൂർ ഒന്ന് ഉറങ്ങിയിട്ടാണ് ഈ സദസ്സിലേക്ക് വന്നത്. ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പോ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആ സ്ഥലത്തൊന്ന് പോകണം, അവിടെയുള്ളവരൊക്കെ ഒന്ന് കാണണം. നമ്മൾ ഈ സദസ്സിൽ ഇത്രയും വലിയ ജനങ്ങളെ കിട്ടിയിട്ട് എന്റെ സഹോദരിമാരെ ഒരുമിച്ച് കരഞ്ഞൊന്ന് ദ്വാരക്കാൻ ഒരു അവസരം, കുറെ ദിക്ർ ചൊല്ലിപ്പിച്ചിട്ട് കുറെ സലാത്ത് ചൊല്ലിപ്പിച്ചിട്ട് ഒരുമിച്ചിരുന്നിട്ട് നമുക്കൊന്ന് കരഞ്ഞ് ദുആ ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു സുവർണാവസരമാണ്. അതിന്ന് നമുക്ക് അവസാനം ഒരു മനോഹരമായ ദിക്ർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് മോശമായ കൂട്ടുകെട്ട് ഒരിക്കലും കിട്ടൂല. അത് മാത്രമല്ല 10 ലക്ഷം നന്മ അതിന് പകരം അല്ലാഹു കൊടുക്കും. ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹീഹായ ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 10 ലക്ഷം നന്മ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ 10 ലക്ഷം നന്മ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. കുറെ ദിക്റൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ ദിക്ർ പഠിക്കുമ്പോൾ നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുമെന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ഖുർആനാണ്. ഖുർആൻ എന്തെന്നറിയണ്ടേ? ഖുർആൻ ആയത്ത് ഏതെന്നറിയണ്ടേ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വമയ്യഅശ അൻ ദിക്രിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ, പടച്ചവന്റെ ദിക്റിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ, നിസ്കാരമില്ലാതെ ദിക്റില്ലാതെ നന്മയില്ലാതെ അകന്നകന്ന് ജീവിച്ചു പോയാൽ നുഖയ്യിദു ലഹു ശൈത്താന, അവന് വേണ്ടിയിട്ട് ഞാനൊരു ശൈത്താനെ നിശ്ചയിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഫഹുവ ലഹു ഖരീൻ, അവനവന്റെ കൂട്ടുകാരനായിരിക്കുമെന്ന് ഖുർആൻ. പെങ്ങളെ, ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ നിന്റെ അടുത്ത് കൂട്ടുകൂടാൻ ഇബ്ലീസ് വരുന്നതാണ്. ചെറുപ്പക്കാരാ, ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ നിന്റെ അടുത്ത് കൂട്ടുകൂടാൻ ഇബ്ലീസ് വരുന്നതാണ്. എന്റെ ചെർക്കലയിൽ വന്ന സഹോദരങ്ങളെ, നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും നിങ്ങൾക്ക് സമയം കിട്ടാതെ വന്നാൽ നിന്റെ അടുത്ത് കൂട്ടുകൂടാൻ ഇബ്ലീസിനെ തരുന്നതാണെന്ന് ഖുർആൻ. വഅന്നഹും യസുദ്ദൂനഹും അനിസ്സബീൽ, ആ ശൈത്താൻ നിങ്ങളെ നല്ല വടികപ്പെട്ട് തടയുന്നതാണ്. നിങ്ങൾ ഓർത്തു നോക്കിയേ, എത്രയോ നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ മനസ്സനുമതി തരാത്തൊരു ശൈത്താൻ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് സ്ഥാനം വന്നതുകൊണ്ടാണ്. ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ കൂട്ടുകാരനാക്കാറ്, അവനെ നിങ്ങൾ ശത്രുവാക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഒരു ചെറുപ്പക്കാരൻ മൊബൈൽ എടുക്കുമ്പോ ആ മൊബൈലിന്റെ വിരൽത്തുമ്പോ മൊബൈലിന്റെ ചിത്രത്തിലേക്ക് അമർത്താൻ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. ഒരു ചെറുപ്പക്കാരൻ തസ്ബീഹുമാല എടുക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞവനെ കൊണ്ടുപോകുന്നത് ശൈത്താനാണ്. ഒരു ചെറുപ്പ
മനോമകരത്തിന്റെ ഉള്ളറയില് ദിക്റില്ലാതെ, ഖുർആനില്ലാതെ, ഹിദായത്തില്ലാതെ, ഈമാനില്ലാതെ ജീവിക്കുമ്പോ അവന്റെ മനസ്സിനെ കീഴടക്കുന്നവന്റെ സഹോദരങ്ങളെ, അവന്റെ മനസ്സിനെ കീഴടക്കുന്നൊരു ശൈത്താനാണ്. നുഖയ്യിദു ലഹു ശൈത്താനാ. അതുകൊണ്ട് ഓരോ ഉമ്മമാരും ഓരോ വാപ്പമാരും അവരവരുടെ മക്കൾക്ക് സ്വഭാവമാറ്റം വരുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മോനെ ശൈത്താൻ കൂട്ടുകാരനായിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിസ്കരിക്കുമ്പോ വന്നിരുന്ന മോനാണ്, ഖുർആൻ ഓതുമ്പോ വന്നിരുന്ന മോനാണ്, മഗ്രിബിന്റെ സമയത്ത് ദിക്ർ ചൊല്ലുമ്പോ കൂടെ വന്നിരുന്ന മോനാണ്. ഇപ്പോഴവൻ വരുന്നില്ല. ഇപ്പോഴവൻ വരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല തമ്പുരാനെ. സങ്കടത്തോടെ പൊട്ടിക്കരയുന്നവരെ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ശൈത്താൻ കൂട്ടുകാരനാവുകയാണ്. പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ശൈത്താൻ കൂട്ടുകാരനാകുമ്പോൾ സ്വഭാവം മാറുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഏറ്റവും അധികം ശൈത്താൻ ഇഷ്ടം കുഞ്ഞു കുട്ടികളെയാണ്. കുഞ്ഞു മക്കളെ ശൈത്താന് വലിയ ഇഷ്ടമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ 10 ശൈത്താൻ ആ കുഞ്ഞിന്റെ കൂടെ കുഞ്ഞിന് വേണ്ടി മാത്രം ജനിക്കുമെന്നാണ്. ഭാര്യ ഗർഭവതിയായിരിക്കുമ്പോ അതുകൊണ്ടാണ് സൂറത്ത് മറിയം, ബദരിയത്ത് മാല, മജ്ലിസുൻ നൂറൊക്കെ ഓതാൻ പറയുന്നത് ഈ ശൈത്താനെ ഓടിക്കാൻ വേണ്ടിയാ. ഒരു കുഞ്ഞ് കരഞ്ഞു ഭൂമിയിലേക്ക് വരുമ്പോ 10 ശൈത്താൻ ആ കുഞ്ഞിന്റെ കൂടെ വരും. കുഞ്ഞിന്റെ വലത്തേ ചെവിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആ ശൈത്താൻ അകന്നകന്നു പോകും. ഇടത്തേ ചെവിയിൽ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന ആയത്ത് ഓതുമ്പോൾ ശൈത്താൻ അകന്നകന്നു പോകും. എന്നാലും വരും. ഉറങ്ങിക്കിടക്കുമ്പോ കുഞ്ഞുങ്ങൾ കരയും. അത് ശൈത്താൻ പേടിപ്പിക്കുന്നതാണ്. ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ തലയിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് 13 പ്രാവശ്യം ഓതി മന്ത്രിച്ചു കൊടുത്താൽ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തും. ചെറിയ പ്രായത്തിൽ തൊട്ടിൽ കിടന്ന് കരയുന്ന ഏത് കുഞ്ഞിന്റെ തലയിലും 13 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം മന്ത്രിച്ചു കൊടുത്താൽ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തും. സഹോദരിമാരൊക്കെ പഠിച്ചു വെച്ചോ. നിസ്കാരം കൂടെ വേണം കേട്ടോ. ലെഗിൻസ് ഇട്ടുകൊണ്ട് മന്ത്രിക്കാൻ പോയിട്ട് കാര്യമില്ല. നിസ്കാരം വേണം, നല്ല ഈമാൻ വേണം, നല്ല തഖ്വ വേണം. പരമാവധി അള്ളാഹനെ ഭയന്ന് ജീവിക്കണം. എങ്കിലേ ഈ ഓതുന്നതിനൊക്കെ പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഈ ഇബ്ലീസ് പെട്ടെന്ന് വശീകരിക്കും. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാർട്ടൂനാണ് ശിവ എന്നാണ് അതിന്റെ പേര്. ശിവ അല്ലേ? അറിയില്ലേ ശിവ? അറിയില്ല? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അറിയാത്ത മക്കളാണെങ്കിൽ ഇനി അവരെ അറിയണ്ട. ഞാൻ പറയുന്നു, നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അതിനോട് താല്പര്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൊച്ചുകുട്ടിയാണ് ഒരു സൈക്കിളിന്റെ പുറത്ത് വന്നിട്ട് കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ്. കൂട്ടുകാരൻ ചതിക്കുടി വീണു പോയാൽ ശിവാ അങ്ങനെ വിളിക്കും. അപ്പോ 4 സൈഡ് ശിവാ സൈക്കിളിൽ പുറത്തിട്ടാണ് പറന്നു വന്നിട്ട് കൂട്ടുകാരനെ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകും. ഈ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോ ഈ കാണുന്ന മക്കൾ വിചാരിക്കുന്നത് എന്താ? ഇങ്ങനെ ഉള്ള ഒരു സാധനം ലോകത്തുണ്ടെന്നാണ് വിചാരിക്കുന്നത്. സർക്കിളിലെ വാപ്പ സുഖമില്ല അടക്കുമ്പോ മോൻ പറയും ശിവാ, എന്റെ വാപ്പച്ചി രക്ഷപ്പെടുത്തണെന്ന് പറയും. ഒരു ശിവയും വരൂല. വാപ്പയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശിവ സൈക്കിളിൽ വരണമെന്ന് നോക്കാൻ വേണ്ടി വീടിന്റെ മുമ്പ് പോയി കസേരയെ പ്രിയപ്പെട്ട മകൻ നോക്കിയിരിക്കും. വാപ്പ വെള്ളം കുടിക്കാതെ റൂമിൽ കിടന്ന് മരിക്കുകയും ചെയ്യും. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. മക്കൾക്ക് വലിയ ഇഷ്ടമാണ് കാർട്ടൂൺ, വലിയ ഇഷ്ടമാണ് ഗെയിം, വലിയ ഇഷ്ടമാണ്. പക്ഷെ അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും വെച്ചിട്ട് നമ്മൾ അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരെ ശൈത്താൻ കൊണ്ടുപോകും, ഉറപ്പാണ്. കുഞ്ഞുമക്കളെ ശൈത്താന് വലിയ ഇഷ്ടമാണ്. എല്ലാ കുസൃതിയും എല്ലാ വികൃതിയും അവരുണ്ടാക്കി വെക്കും. ശൈത്താൻ അവരെ കൊണ്ടോരോന്ന് ചെയ്യിപ്പിക്കും. പക്ഷേ ആ പ്രായത്തിൽ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനെ മടിപ്പിച്ച് ശൈത്താൻ അവരിൽ നിന്ന് അകത്തിക്കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ആ മക്കൾ നമ്മുടെ കൈവിട്ടു പോകും. പൊന്നുമക്കൾ പോയാ നമ്മൾ നീറിയില്ലേ? 4 വയസ്സുള്ള മകളെ, 4 വയസ്സുള്ള പൊന്നുമോളെ മാനഭംഗപ്പെടുത്തിയിട്ട് വെളിയിൽ പറയാതെ വാപ്പ പൊന്നുമോളെ സൂക്ഷിച്ചു വെക്കുന്നു. നഴ്സറി പോണ വഴിയിൽ കാടത്തം മരവിച്ചുപോയ കാമവെറിയന്മാര് കൊത്തിത്തിന്നുപോയ പൊന്നുമോളെ ശരീരം പുറത്തു പറയാതെ. ഈ കാസർഗോഡ് ജില്ലയിലല്ലേ ഒരു പൊന്നുമോന്റെ ബീജം കൊണ്ട് ഉമ്മ ഗർഭവതിയായത്? പറയാൻ എനിക്ക് സങ്കടമുണ്ടല്ല, പറയാൻ എനിക്ക് ബേജാറുണ്ട് റബ്ബേ. ഉമ്മമാരെ, നമ്മുടെ മക്കളെ മര്യാദയ്ക്ക് വളർത്തണ്ടേ. ഈ മക്കൾക്ക് വൃത്തികെട്ട കൂട്ടുകെട്ടി നമ്മളല്ലേ ഉണ്ടാക്കി കൊടുത്തത്. നമുക്ക് നോക്കാൻ നേരമില്ലല്ലോ.
അവൻ എവിടെ പോയി പഠിച്ചാലും നമ്മൾ ശ്രദ്ധിക്കൂല. അവന്റെ മനസ്സിന്റെ സ്വഭാവത്തിന് മാറ്റം വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കൂല. അവരെ വിടാതെ കൊണ്ടു നടക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് എപ്പോഴും പറഞ്ഞിരുന്നതാണ്, ആയിഷ, മക്കയിലെ പ്രിയപ്പെട്ട മക്കൾക്ക്, മദീനയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കണം ആയിഷ. ആ പ്രിയപ്പെട്ട പിഞ്ചു മക്കൾക്ക് മധുര മനോഹരമായ കഥ പറഞ്ഞിട്ട് അവരടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ അത്ഭുതങ്ങളെ അറിയിച്ചു കൊടുത്തവരെ ഈമാനുള്ളവരാക്കി മാറ്റണം. നേരമില്ലല്ലോ, നമ്മുടെ സഹോദരിമാർക്ക് അതിനൊന്നും സമയമില്ലല്ലോ. ദുനിയാവിന്റെ സുഖരസത്തിന് വേണ്ടി ഓടുമ്പോ അതിനൊന്നും സമയം കിട്ടാത്ത ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സ്വഭാവത്തിന് ചെറിയ ഒരു മാറ്റം വന്നാ പോലും അവന് മോശമായ കൂട്ടുകാരുണ്ടെന്ന് തിരിച്ചറിയുക. ചെറിയ ഒരു മാറ്റം വന്നാൽ പോലും മോശമായ കൂട്ടുകാരുണ്ടെന്ന് തിരിച്ചറിയുക.